അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പുത്തങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു പുതിയൊരു പാനിപ്പൂരി കട വന്നതായിട്ട് നമ്മൾ കേട്ടു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടെ അടുത്ത് തന്നെ ഇതാണ് പാനിപ്പൂരി കട. അപ്പോൾ ഇതാണ് ആ ഒരു പാനിപ്പൂരിൻ്റെ കട. അപ്പോൾ ഇപ്പോൾ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഫുഡെന്ന് കേട്ടപ്പോൾ തന്നെ ചാടി വീണ ഒരാൾ നമ്മളോട് വന്നിട്ടുണ്ട്. ആളെ പരിചയപ്പെടുത്താം. ഇതാണ് അശ്വിനി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇതിൽ കാണിച്ചേക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ബാക്കി ചേട്ടനോട് തന്നെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ട്രൈ ചെയ്യുന്നേ പാനിപ്പൂരി തന്നെ നോക്കാം. ഓക്കെ, നമുക്ക് പാനിപ്പൂരി ട്രൈ നോക്കാം. ചേട്ടനോട് ഒരു പാനിപ്പൂരി പറയാം. ഫ്രൈഡ് റൈസ് പിന്നെ പാനിപ്പൂരി അങ്ങനത്തെ കുറേ ഐറ്റങ്ങളുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വായു വെള്ളം ഒലിപ്പിച്ചൊരാൾ കടയുടെ ഫ്രണ്ടിൽ പോയി നിൽപ്പുണ്ട്. ആ ഒരു സന്തോഷം കണ്ടില്ല ഉള്ളു പോത്തെ. അപ്പോൾ അവൾ തന്നെ ആദ്യം കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. എങ്ങനെയുണ്ട്? കൊള്ളാം. ഓക്കെ, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ചിക്കൻ്റെ ഒരു ഗ്രേവി എന്തോ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അല്ലേ? അതിൻ്റെ ഒരു ഗ്രേവി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റേ മസാലയുടെ ടേസ്റ്റ് ഒക്കെ കയറുന്നുണ്ട്. പിന്നെ വെള്ളമില്ല, മറ്റൊരു വെള്ളമില്ല. എന്തിരുന്നു പുളിവെള്ളമല്ലേ? വേറെ എന്ത് പേര് പറയും? പുളിവെള്ളം. സാധാരണ പാനിപ്പൂരിയുടെ ഒരു ടേസ്റ്റ് അല്ല, നമ്മുടെ വേറെ എന്തോ ഒരു മിക്സാണ് തോന്നുന്നു പറഞ്ഞത്. അതുപോലെ എനിക്കൊന്ന് ഒരു ഓൺ റെസിപ്പിയാണെന്ന് തോന്നുന്നു. അങ്ങനെ കുഴപ്പമില്ല, സംഭവം ഒരു വൺ ട്രൈ ആണ്. കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. എന്തായാലും വീഡിയോ എടുക്കുന്ന ആളോടൊന്ന് കഴിച്ചു നോക്കുക. കഴിച്ചോ? ചേട്ടൻ നല്ല ചിക്കൻ റൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളിച്ചിരി എക്സ്പേർട്ടാണെന്ന് ചടപട അടിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ട് എന്നെ കൊതിയാവുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ചേട്ടൻ അടുത്ത് ഉണ്ടാക്കി തന്നേക്കുന്നത് ചിക്കൻ ആൻഡ് എഗ് ആൻഡ് ചിക്കനോട് ഒരു മിക്സഡ് റൈസാണ്. അപ്പോൾ നല്ലൊരു ടെക്സ്ചർ, നല്ലൊരു അരോമയൊക്കെ ഉണ്ട്. കൊള്ളാം. ഇനിയിപ്പോൾ കഴിച്ചൊന്ന് നോക്കാം നമുക്ക്. എന്തായാലും വാ. നല്ല ചൂടുണ്ട്. കൊള്ളാം. ഫ്രൈഡ് റൈസിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഞങ്ങൾ നല്ല രസമുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു റൈസാണ് ഇട്ടേക്ക്. നല്ല ഫ്ലേവർ ഉണ്ട്, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. എടാ അത് കഴിച്ചോ, നല്ലൊരു ഇത്. കൊള്ളാം. നീ കഴിച്ചോക്കടാ.
അപ്പോൾ ഇതിന് ചേട്ടന്മാർ പറഞ്ഞ 100 രൂപയാണ് ഇതിൻ്റെ ഇതിൽ. അപ്പോൾ നമ്മളിപ്പോൾ 3 പേരാണ് കഴിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ നമുക്ക് തന്നെ നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. കാരണം 3 പേർക്ക് തന്നെ റായിലയിൽ 3 പേരുണ്ടല്ലോ. പക്ഷേ ആ ഒരാൾക്ക് ഒരുമാതിരി ആവാൻ പറ്റിയിരിക്കും. കാരണം അതും ഇതും കഴിക്കുമ്പോഴത്തേക്ക് ഒരാൾക്ക് ഓക്കെയാണ്. അപ്പോൾ ഒരു നല്ല ക്വാണ്ടിറ്റിയും അവർ സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ്. കൊള്ളാം, നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ട്. കാരണം ഈ നാട്ടിൽ അങ്ങനെ വേറെ അധികം ഇങ്ങനെ ഇല്ല, ഇങ്ങനത്തെ ഒരു ഫുഡ് കിട്ടുന്ന സ്ഥലം ഇവിടെ ഈ ഒരു ഏരിയയിൽ. പിന്നെ ഉള്ളത് അങ്ങോട്ടൊക്കെ പോയാൽ ഫുഡൊക്കെ ഇത്ര നല്ല ഫുഡ് കിട്ടുന്നൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ളവരായാലും ഈ വഴി പാസ് ചെയ്ത് പോകുന്നവരായാലും ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. കാരണം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റി ഉണ്ട്. എന്തായാലും കൊള്ളാം. അപ്പോൾ നമ്മൾ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നൂഡിൽസാണ്. അപ്പോൾ എഗ്ഗും ചിക്കനോടുള്ളൊരു മിക്സാണ് നൂഡിൽസ്. അപ്പോൾ അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു, ചിക്കൻ ഓൾറെഡി അവരത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ചിക്കനും എഗ്ഗും കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് അവർ നൂഡിലിടുന്നത്. നോക്കാം. അടുത്ത വീഡിയോ നോക്കി കൊതിയിട്ടിരിക്കുന്ന നമ്മുടെ അശ്വിനിയാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ നമ്മുടെ അടുത്ത സാധനം റെഡി ആയിട്ടുണ്ട്. എഗ്ഗും ചിക്കനും ചിക്കൻ മിക്സ് നൂഡിൽസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാധനം റെഡിയാണ്, നോക്കാം. ഓക്കെ, ഇതാണ് സാധനം, നോക്കി. നൂഡിൽസ് അതുപോലെ തന്നെ നൈസാടാ, നല്ലൊരു ടേസ്റ്റാണ്. നല്ല സോൾട്ടും കാര്യങ്ങളെല്ലാം കറക്റ്റ് തന്നെ. നല്ല ക്വാണ്ടിറ്റിയാണ് ഇവർ ഫ്ലേവർ ചെയ്തേക്കുന്നത്. നോക്കി എന്ത് ക്വാണ്ടിറ്റിയാണ് നോക്കി. ഈ ഒരു ചിക്കനും അതുപോലെ തന്നെ ചിക്കൻ ഒരു കുറവില്ല. ഇത് എല്ലാം നല്ല കയറ്റി വിട്ടേക്കുന്നത്. നല്ലതായിട്ട് ചിക്കൻ്റെ പീസ് തന്നെയാണ് ഇവർ കയറ്റി വിട്ടേക്കുന്നത്. അതിലല്ലാതെ ബോൺസ് ഒന്നും കയറ്റി വിട്ടില്ല. അതുപോലെ തന്നെ നല്ല ടെക്സ്ചറാണ്, നല്ലൊരു ടേസ്റ്റുമാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ലൊരു ഫുഡാണ്, നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റിയും മുമ്പേ പറഞ്ഞ പോലെ തന്നെ സെയിം സാധനത്തിന് തന്നെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഉണ്ട്. നല്ലൊരു ഇതാണ്, നമുക്കെന്നെ കാണാൻ സാധിക്കും. കണ്ടാൽ അത് അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു ടേസ്റ്റ് ടേസ്റ്റ് തന്നെ കൊള്ളാം. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ ചെങ്ങന്നൂരിൽ നിന്ന് കോഴഞ്ചേരി റോഡ് പോകുന്ന വഴിക്ക് പുത്തങ്കാവ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പുത്തങ്കാവ് സ്കൂളിൻ്റെ ആ പള്ളിയുടെയൊക്കെ തൊട്ടിപ്പുറത്തായിട്ടാണ് സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി പാസ് ചെയ്യുന്നവർ എന്തായാലും ഉറപ്പായിട്ടും മസ്റ്റ് ട്രൈ ഐറ്റമാണ്. കാരണം നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല ക്വാളിറ്റിയിൽ സെർവ് ചെയ്യുന്ന ഈ ഒരു ഫുഡ് ഈ ഒരു ഏരിയയിൽ ഇല്ലെന്ന് തന്നെ പറയാം. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാനിവിടെ പാസ് ചെയ്യുമ്പോഴെല്ലാം ഞാൻ കുറേ ഫുഡും ട്രൈ ചെയ്തു. പക്ഷേ ഇതിൽ ബഡ്ജറ്റ് ഐറ്റംസ് ഉണ്ടാകും. പക്ഷേ ഇങ്ങനൊരു ഫുഡും പാനിപൂരി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫ്രൈഡ് നൂഡിൽസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ. പക്ഷേ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഒരു ക്വാളിറ്റിയും
ഒരു കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല. സാറിന് സീ ഫുഡിൻ്റെ ആ ഒരു പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ഇത് കൊള്ളാം, ദ ബെസ്റ്റ്. കൊള്ളാം. എനിക്ക് ഈ ഒരു അടുത്ത കാഴ്ചയിൽ തന്നെ ദ ബെസ്റ്റ് നൂഡിൽസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇനി ബാക്കി ഞാൻ എന്തായാലും ഒക്കെ കൊടുക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്തായാലും അവളെ മോഹം മാറി കണ്ടു. അവൾ സ്പൂണും കൊണ്ടൊക്കെ വരുന്നു. ഓക്കെ, എന്തായാലും നീ കഴിക്കുക. ഓക്കെ, ഫുഡ് ബ്ലോഗിങ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും. അതുവരെ ബൈ. ഇനിയും വന്ന് കൈയിടല്ല, ഞാൻ തീർത്തത്.